നമസ്കാരം എല്ലാവർക്കും. ജ്യോതിപ്പള്ളിക്കുന്നൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് അഷിമറാണ്. ഇന്നലെ അവിടുന്ന് വണ്ടി എടുത്ത് ദൈവത്തമ്പനെ സഹായിച്ചപ്പെടുത്തി ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് എടുത്തി. പിന്നെ നമ്മുടെ മുമ്പിൽ അപ്പോൾ ചെന്നൈയിലോടൊക്കെ ഞാൻ പറയാം. ചെന്നൈയിലോട് ആ ലോഡ് അപ്പുറത്തൊരു TM വണ്ടി ഉണ്ട്, അത് കൊണ്ടുപോയി. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ മുമ്പിൽ 2 വണ്ടി ഇവിടെ ട്രെയിനിൽ കയറി. അപ്പോൾ 2 വണ്ടിക്ക് സീനിയോറിറ്റി പറഞ്ഞാൽ അവർക്ക് കൊടുത്തു. അതിൽ ഒരു വണ്ടി ചെന്നൈയിലോട് കയറ്റാൻ പോയി. പിന്നെ ഇവിടുന്ന് ഈ വണ്ടിക്കാരന് ഹൈദരാബാദ് ലോഡ് കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി അടുത്ത ലോഡ് പറഞ്ഞു. എനിക്കിപ്പോൾ നിലവിലൊരു ലോഡ് വന്നു അരുണാചൽ പ്രദേശിലേക്ക്, ചൈന ബോർഡറിലേക്ക്, തവാങ് അങ്ങോട്ട് ലോഡ് വന്നു. പക്ഷേ നമുക്കത് കയറ്റി പോകാനൊരു ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ടയർ ഇച്ചിരി മോശമാണ് വണ്ടിയുടെ. അപ്പോൾ അത് കാരണം നാട്ടിലേക്ക് തന്നെ നോക്കാറില്ല. ടയർ നല്ല കിടുകാച്ചൊരു ടയറായിരുന്നെങ്കിൽ നമുക്ക് പോകാറ്. ടയർ ഇച്ചിരി മോശമുണ്ട്. അപ്പോൾ അത് ആർമിയുടെ ലോഡാണ്. ആർമിയുടെ ആൾ കൂടെ വരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ലോഡ് നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര മനസ്സിലൊരു വിഷമമായി. കാരണം തവാങ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇറ്റാനഗർ വരെ പോയിട്ടില്ല. എറണാകുളം ഞാൻ ഇറ്റാനഗർ വരെ, അത് വർഷങ്ങളായി ഇറ്റാനഗർ പോയിട്ട്. തവാങ് ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ ടയർ മോശം കാരണം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഒന്നോടെ ചിലപ്പോൾ ഞാൻ നമുക്ക് കയറി പിടിക്കും ഞാൻ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ദിനീഷിനെ കൂടെയുള്ള ദിനീഷിനെ നാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അവന് പോകുന്നുണ്ട്. അവൻ വെറുതെ ചുമ്മാ കയറുന്നത് കുറേ ദിവസമായില്ല. നമ്മൾ വിചാരിച്ചാലും കൂടുതൽ ദിവസങ്ങളായി. വേറെ കുഴപ്പമില്ല, നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവനെ ചിലപ്പോൾ അതിൽ കയറ്റും. എന്താ ചെയ്യേണ്ടത് നമ്മുടെ തീരുമാനത്തില്ല. ഒന്നതുവരെ തവാങ്ങിലോട് മിസ്സായപ്പോൾ തന്നെ ആ ഒരു മൂടോപ്പായി. പിന്നെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ അമർത്താം. നമുക്ക് വീഡിയോ ഇവിടെ വണ്ടികൾ കണ്ടാൽ മനങ്ങനെ കണ്ടാം. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ വണ്ടി കയറ്റി ഒതുക്കി കിട്ടും. ഇതാണ് നമ്മുടെ ബോലാബായുടെ ഓഫീസ്. കണ്ടമാനം വണ്ടികൾ എടുക്കുന്നുണ്ട്. ബായി തന്നെ പകനി. ഇപ്പോൾ ഒന്ന് വണ്ടിയുടെ ഉള്ളൊക്കെ വണ്ടിയുടെ പൊടിയൊക്കെ നോക്കി ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം. അടിച്ച് വാരിയിട്ട് എന്തായാലും ഭക്ഷണം വെക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതാ നേരത്തെ പറഞ്ഞ ഗുരുദ്വാരയില്ലേ, ഗുരുദ്വാര. അവിടെ വെള്ളം പിടിക്കാൻ വന്ന ചോറ് വെക്കണം, പോയി വെള്ളം പിടിക്കണം. ഇവിടെ നമുക്ക് ഞാൻ എൻ്റെ പല വീടുകളിലും പറഞ്ഞു, ഇവിടെ നമുക്ക് ആ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഭക്ഷണം ഫ്രീ ആയിരുന്നു. ഇവിടെ ഈ അടുത്ത കാലം വരെ ഫ്രീ ആയിരുന്നു. അടുത്ത് ഭക്ഷണത്തെ 3 നേരവും കാലത്ത് ചായ, ചോറ്, വൈകിട്ട് ചപ്പാത്തി, അടിപൊളി ഭക്ഷണമൊക്കെ ഫ്രീ ആയിരുന്നു. ഇവിടുന്ന് വെള്ളം പിടിച്ചുകൊണ്ട് പോയിട്ട് ചോറെന്തെങ്കിലും വെക്കാനുള്ള സെറ്റ് പോകണം. ഇപ്പോൾ ആ ലോഡ് ഇനി പിന്നെ ആവണ ഭക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ ആ അരുണാചൽ പറഞ്ഞ ലോഡ് നല്ല പണിയായിരുന്നു. ടയർ ഇച്ചിരി മോശമാണ്. നമ്മളങ്ങനെ കിച്ചൺ ബോക്സ് തുറക്കാൻ പോകണം. ഇതുണ്ടോ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ദിനേശ് മറ്റേ പാത്രത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയിക്കുക. ഒന്നും പറയണ്ടപ്പോ. ഇതിനകത്ത് തുറന്നാൽ ഞാൻ പൊടി കണ്ടോ, അതിനകത്ത് പൊടിയുടെ ബഹളം കണ്ടോ. പാത്രം കഴിക്കണമെങ്കിൽ ഇതൊക്കെ മേഘാലയിലെ പൊടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് പൊടി കയറിയിട്ടുണ്ടോ. ഇതൊന്ന് വൃത്തിയാണ്. ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ഈ പൈസ താങ്ങാൻ പറ്റില്ല. അത് കാരണമാണ്. ഈ പുറയിൽ കാണുന്നത് എയർഫോഴ്സിൻ്റെ സ്റ്റേഷനാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടയർ ഇതായിന്ന് പറഞ്ഞു. നോക്കിയ ടയർ കണ്ടോ, ഇതാണ് ടയർ മോശമായിന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു. കുരങ്ങന്മാരുടെ ഭയങ്കര. ഞങ്ങളിപ്പോൾ അരി 2 കിലോ അരി മേടിച്ചാൽ 1 കിലോ അരി ഇപ്പോൾ ഇട്ടു. 1 കിലോ 3/4 കിലോ ഇട്ടുപ്പോൾ ബാക്കി അരി ഇവിടെ കവറിൽ വെച്ചതാണ്. ആ കഴുകാൻ പോയ നേരത്ത് അരികൾ വന്നിട്ട് അരി കുരങ്ങന്മാർ എടുത്തിട്ട് പോയി. ബാക്കിയുള്ള ഞാൻ നാളെ കൂടെ വെക്കാമെന്നുള്ള വെച്ചിട്ട് കണക്കൂട്ടിൽ മേടിച്ചത്. അത് കൊണ്ടുപോയി മതി. ഉണ്ടോ ഇരിക്കണോ മുകളിൽ? ആ 4 ഉള്ളൂ. ആ ആണ് ഇവിടെ കാര്യം. അവന്മാർ ഭയങ്കര ശല്യമാണ് ഇവിടെ. ഭയങ്കര ശല്യന്മാരെ കൊണ്ട്. ആ വണ്ടിയിലൊക്കെ മുകളിൽ കയറിയിട്ടുണ്ടോ. ഇവിടെയൊക്കെ ഇതിന് മുകളിലൊക്കെ ഉണ്ട് ഉറങ്ങന്മാർ. നമ്മുടെ അരി അങ്ങനെ വെന്തുട്ടാ. അരിയുടെ കാര്യങ്ങൾ തീരുമാനം. ഇനി അരി വാർക്കട്ടെ. ഭയങ്കര ശല്യം തന്നെ കുരങ്ങന്മാരുടെ. എൻ്റെ പരിപ്പ് കൊടുത്തോണ്ട് പോയി, അരി ബാക്കി ഉണ്ടായിരുന്ന അരി എടുത്തോണ്ട് പോയി. ശ്രദ്ധാണ് അരിക്കണോ എന്നിട്ട് ചോറ് വാർക്കട്ടെ. അരിപ്പുണ്ടാവില്ല. നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മറ്റേ അരിപ്പുണ്ടാവാറുണ്ട്. ഈ കുക്കറിലല്ലാത്ത കുരങ്ങന്മാരെ ഭയങ്കര ശല്യ. അപ്പോൾ ഈ മറ്റേ ഇങ്ങനത്തെ പാത്രത്തിൽ ചോറ് വെക്കണ വണ്ടിയിലൊക്കെ നമ്മുടെ അരിപ്പുണ്ടാവാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ അരിപ്പാണെങ്കിൽ നമുക്ക് അത് കഞ്ഞുള്ളൊന്നുമില്ല. അവിടെ
കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. നമ്മൾ ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ നോക്കി അടുത്ത ട്രിപ്പ് നമ്മുടെ കുട്ടിയുടെ അടുക്കളയൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറേ നിർത്തി പണിയാം. അങ്ങനെ നമ്മൾ ചോറ് വാർത്ത് വെച്ചു. ചോറ് വാർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പരിപ്പിന് കുക്കറിലിട്ട് പരിപ്പ് അകത്ത് കയറ്റി വെച്ചു. പരിപ്പിൻ്റെ പിസിലങ്ങനെ അടിക്കാണ്. പരിപ്പൊക്കെ ഇറക്കി വെച്ചപ്പോൾ എണ്ണ ഇടാനുള്ള പരിപാടിയാണ്. സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണമുള്ള തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ. സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം തട്ടിക്കൂട്ട് കറികളാണ്. നമ്മളാ പരിപ്പൊക്കെ ഇട്ട് തട്ടിക്കൂട്ടെല്ലാം ഇട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ് ഇവിടെ കുരങ്ങന്മാരുടെ. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ചോറും പരിപ്പ് കൂട്ടാനും ഭക്ഷണം. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള തരുപ്പ് നോക്കട്ടെ. ഞങ്ങളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഇനി അടുക്കള എടുത്ത് വെക്കണം. ഇനി വൈകിട്ട് വീണ്ടും ചോറ് വെക്കണം. ചോറ് കഴിഞ്ഞു. കാരണം ഞങ്ങൾ വലിയ അരി കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ പോലെ വേറെ പകുതി ഇട്ടത്. പക്ഷേ ഒറ്റ കഴിപ്പ് കഴിച്ചപ്പോൾ തന്നെ അരിയെല്ലാം കഴിഞ്ഞു. ഈ കറി ബാക്കിയുണ്ട്. ഒരു വൈകിട്ട് കഴിക്കണമെങ്കിൽ വൈകിട്ട് വീണ്ടും ചോറ് വെക്കണം. ദാബേല് പോയിട്ട് കുളിക്കല, ഗുരുദ്വാര പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ നൽകിയൊന്ന് കുളിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണവാവും. അപ്പോൾ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പോയി ഒന്ന് കുളിച്ച് സെറ്റപ്പായി വന്നു. ആ ഡ്രസ്സൊക്കെ നൽകിയിട്ട് സെറ്റപ്പായി. ഇവിടെ പിന്നെ കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം പിന്നെ ഇഷ്ടപ്പെട്ടു. ഇന്ന് പെട്ടെന്ന് ലോഡായാൽ മതിയായിരുന്നു. ലോഡാവാത്താണ് ബുദ്ധിമുട്ട്. നമ്മൾ കുളിച്ച ഡ്രസ്സ്, അലക്കിയിട്ട യൂണിഫോം ഡ്രസ്സ് കൊണ്ടുവന്ന് അലക്കി ഇവിടെ അഴകെട്ടി വിരിച്ചിട്ട് കുരങ്ങന്മാർ അതെടുത്തിട്ട് പോകുന്ന പേടി രാത്രിക്ക്. ഇവിടെയാണ് അവന്മാരുടെ സ്ഥലം. അവന്മാരിനി ഒന്ന് എടുത്തോണ്ട് പോകുന്ന പേടി. ഇപ്പോൾ ഇവിടെ സന്ധ്യയായി. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആനമ്പണോക്കിയേ 2 റോഡ് വേണം ആൾക്ക് പോവാൻ. എന്തായാലും വീതിയിലാ. ഇത് നമ്മുടെ കടികൾ കേട്ടോ. ഇവര് ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിപ്പോൾ നമ്മളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മുടെ 4-5 വർഷമായിട്ട് നമ്മൾ കൂട്ടുകാരനാ. പത്തനംതിട്ടക്കാരനാണ്. ഇത് പിന്നെ ആളുടെ കൂടെ വന്നു. ഇപ്പോൾ ഈ ചേട്ടൻ ഞാൻ ഇപ്പോഴാണ് പരിചയം കേട്ടോ. നീ എന്ന് പറഞ്ഞിരിക്കണേ ഏത് നമ്മുടെ എല്ലാവരും ഇവരുടെ വണ്ടി ഇപ്പോൾ ഇവര് മിസോറാൻ പോയിട്ട് പറഞ്ഞാ. ഇവർ ഐസോൾ വരുമായിരുന്നു. നമ്മളതിന് അപ്പുറത്തേക്ക് പോയി. ഇവർ ഐസോളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർക്കില്ല. ഇവരിപ്പോൾ ബാംഗ്ലൂർക്കോടെ ഇവരുടെ വണ്ടി കണ്ടിട്ടാ. മഹീന്ദ്ര കണ്ടാ. പുതിയുണ്ടല്ലോ കേല. എത്ര നമ്പർ എത്ര? ഇത് 82. എവിടെയാ ഇത്? എന്നിട്ട് ലോഡെന്ന് പറഞ്ഞാൽ അടയ്ക്കല്ലേ? അടയ്ക്കണ ലോഡ്. അടയ്ക്ക മഹീന്ദ്ര ബ്ലേസാണ് കേട്ടോ. പുതിയ വണ്ടിയാ. ഇതാണ് വണ്ടി. ഇത് ഹയാച്ചിൻ്റെ. ഇതാണ് അവരുടെ വണ്ടി. ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അവരിനി പോട്ടെ. ഞങ്ങൾക്ക് ഇന്നിവിടെ ലോറിൻ്റെ ആവുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളോട് വരാം. നമുക്ക് ആ ചെന്നൈ പറഞ്ഞ ലോഡൊക്കെ പോയി. പിന്നെ അരുണാചൽ പ്രദേശിലേക്ക് ഞാൻ പറഞ്ഞില്ല ലോഡ്. അത് നമുക്ക് ടയറിൻ്റെ കണ്ടീഷനിലേക്ക് കയറ്റി പോകാൻ പറ്റില്ല. അല്ലേ പറ്റാ? ആ ടയറിൻ്റെ കണ്ടീഷനിൽ അരുണാചൽ പ്രദേശിൽ കയറ്റി പോകാൻ പറ്റില്ല പണി. കാരണം ഒരു 900 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയാൽ ഓർഡറിങ്ങി അപ്പം തന്നെ അവിടെ ലോഡാവും. അപ്പോൾ ഈ 900 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് 900 കിലോമീറ്റർ പറ്റില്ല. അപ്പോൾ ടയർ മോശമാണ്. അപ്പോൾ അതൊക്കെ അവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ വിടട്ടെ. ഇനി ഇവർ പോക്കോട്ടെ. ഓക്കെ.